സോ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണ് നമ്മളുടെ ലോങ് വീഡിയോയുടെ കണ്ടന്റ് എന്ന്. അതെ, നമ്മുടെ അച്ഛൻ്റെ ബാഗാണ്. ഇതാണ് എൻ്റെ ബാഗ്. അത്യാവശ്യം നല്ല വലിയ ബാഗല്ലേ, കുറേ സാധനങ്ങളൊക്കെ പോകും, അതുകൊണ്ട് അതാണ് ഇതെടുക്കാനുള്ള കാരണം. അപ്പോൾ ദ റീസൺ ബിഹൈൻഡ് വാട്ട്സ് ഇൻ മൈ ബാഗ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ വെക്കേഷൻ ആയ കാരണം ഫാമിലി ആയിട്ട് ഒരു ബാംഗ്ലൂർ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, കുറേ ആയല്ലോ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രിപ്പ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ട്രൈ ചെയ്യാം ലോങ് വീഡിയോസ് ഇടാൻ. അപ്പോൾ ഷോർട്സൊക്കെ ഞാൻ ഇടാറുണ്ട് റാൻഡംലി ആയിട്ട്. റാൻഡംലി എന്ന് പറയാൻ പറ്റില്ല, എപ്പോഴെങ്കിലുമൊക്കെ ഓരോ വീഡിയോ ഇടും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇനി കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഇടണം എന്നൊക്കെ ഒരു പ്ലാനിങ്ങിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു വാട്ട്സ് ഇൻ മൈ ബാഗ് വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ബാഗ്. ഇതെൻ്റെ ഫ്രണ്ട് രാജസ്ഥാനിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, പക്ഷെ അത്യാവശ്യം വലിയൊരു ബാഗാണ്. ഒരു കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ, പിന്നെ ചെറിയൊരു പോക്കറ്റ് ഉണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉള്ളൂ. വാട്ട്സ് ഇൻ മൈ ബാഗ്. യൂഷ്വലി കണ്ട് പഴകിയ കണ്ടൻസ് ഒക്കെ ആയിരിക്കും, പക്ഷേ എൻ്റെ ബാഗിലുള്ളത് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് ചോദിച്ചു ഓക്കെ, നിങ്ങളെയും കാണിക്കാൻ എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുപോയിരിക്കുന്നത്. എല്ലാ സാധനങ്ങളൊന്നും ഇല്ല, ഐ മീൻ കുറേ സാധനങ്ങളൊക്കെ വേറെ ബാഗിലാണ്. അപ്പോൾ ഈ ബാഗിൽ എന്തൊക്കെയുള്ളതെന്ന് ഞാൻ കാണിച്ചു. സോ ആസ് യൂഷ്വൽ ഒരു ക്യാപ്പ് ഉണ്ട്, തണുപ്പൊക്കെ അല്ലേ. സോ എനിക്കൊരു ബാങ്കി ക്യാപ്പ് പോലത്തെ ഒരു ക്യാപ്പ് മസ്റ്റാവാണ്, ബിക്കോസ് ഭയങ്കര തണുപ്പല്ലേ. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചസ് കാരണം പനി ജലദോഷമൊക്കെ ഇപ്പോൾ ഒരുവിധം എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ നന്നായിട്ട് എന്തിനാ വെറുതെ ആയിക്കോട്ടെ ഓക്കെ പറയുന്നത്. സോ ഒരു ക്യാപ്പ് ഉണ്ട്. പിന്നെ ചാർജർ ഐഫോണാണ്, ചാർജറിലാണ് മസ്റ്റാണ് ചാർജർ. പിന്നെ ഒരു മോയ്സ്ചറൈസർ, കൈൻഡ് ഓഫ് ബോഡി ലോഷനാണ് എപ്പോഴും നമ്മൾ ഹൈലൈറ്റ് ആയിട്ടിരിക്കണം. ഇപ്പോൾ തണുപ്പൊക്കെ ഉണ്ട്, അപ്പോൾ സ്കിൻ ഭയങ്കര ഡ്രൈ ആവുന്നതാണ് നല്ലത്. നിവിയൻ്റെ മോയ്സ്ചറൈസർ ആൻഡ് ഒരു ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസറാണ്, ഫേസ് മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറച്ച് വേറായിട്ട് യൂസ് ചെയ്യുന്നതാണ്, നല്ല മോയ്സ്ചറൈസറാണ്. ഐ ലൈക്ക്. പിന്നെ ഉള്ളതാണ് ഡെർമാക്കോൻ്റെ ഒരു ഫേസ് വാഷ്. റീസെൻ്റ്ലി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ, കുഴപ്പമില്ല. ആൻഡ് കോം, അലോവേര ജെൽ, രാത്രി ഫേസിൽ ഇട്ടിട്ട് കിടക്കുന്നതാണ്. സോ നല്ലതാണ്. ആൻഡ് പെയിൻ റിലീഫിനുള്ള ജെല്ലാണ്. ഇതില്ലാണ്ട് ഇപ്പം ജീവിക്കാൻ പറ്റില്ല എന്നായിട്ടുണ്ട്. പിന്നെ മെഡിസിൻ, ഇതെൻ്റെ റീഡിങ് ക്ലാസ്സാണ്. പിന്നെ ഒരു പൗച്ച്, ഹെഡ്സെറ്റിൻ്റെ പൗച്ചാണ്. ഹെഡ്സെറ്റിൻ്റെ പോലെ ബാഗിൽ ഇങ്ങനെ കിടക്കുന്നു, കുരുങ്ങി കിടക്കപ്പോൾ അതിന് വേണ്ടി സെപ്പറേറ്റ് പൗച്ച്. പിന്നെ എൻ്റെ സൺഗ്ലാസ്സാണ്. One of my favorite sunglasses. പിന്നെ പേഴ്സ്, വോട്ടർ ID, ATM കാർഡ് ആൻഡ് കുറച്ച് പൈസ. ടിഷ്യൂ മസ്റ്റ് ആവും. മേക്കപ്പ് പൗച്ചാണ്. മേക്കപ്പ് മീൻസ് ലിപ്സ്റ്റിക്ക്, ലിപ് ലൈനർ, അങ്ങനത്തെ സാധനങ്ങൾ, ലിപ് ബാം, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആദ്യം തന്നെ ജ്വല്ലറിയാണ്. ഒരു ബ്രേസ്ലെറ്റും 2 റിങ്ങും. എറണാകുളത്ത് നിന്ന് മേടിച്ചതാണ്. പിന്നെ ബോഡി വൈസിൻ്റെ ഒരു അണ്ടർആം റോളർ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മിനിമലിസ്റ്റിൻ്റെ ഒരു ഫേസ് സിറം, നല്ലതാണ്, വൈറ്റമിൻ സിൻ്റെ ഫേസ് സിറം. പിന്നെ പൊട്ട്. പിന്നെ ബെയർ അനാറ്റമിയുടെ ഒരു ഹെയർ സിറം, നല്ലതാണ്.
പിന്നെ മിനിയേച്ചർ പെർഫ്യൂംസ് ദി പെർഫ്യൂം പ്രൊജക്റ്റിൽ നിന്ന് ഞാൻ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തതാണ്. നല്ലതാണ്. മൂന്ന് ഫ്രേഗ്രൻസ് അടിപൊളിയാണ്. പിന്നെ ഒരു ലിപ് ബാം, അനദർ ലിപ് ബാം. ഒന്ന് കെമിസ്റ്റിൻ്റെ ലിപ് ബാമാണ്, ഒന്ന് സമേതയുടെ ലിപ് ബാമാണ്. രണ്ടും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്ന് കഴിഞ്ഞ ലിപ്സ്റ്റിക്കാണ്, പക്ഷേ വീണ്ടും വീണ്ടും എടുത്ത് യൂസ് ചെയ്യും. നല്ലൊരു ഷെയ്ഡാണ്. വൺ മോർ ലിപ്സ്റ്റിക്. പിന്നെ മസ്കാര ആൻഡ് ഐലൈനർ. ദീസ് ടു യൂഷ്വലി അങ്ങനെ ഇടാറില്ല, പക്ഷേ എന്നാൽ ഒക്കേഷണലി ഞാൻ യൂസ് ചെയ്യാറുണ്ട്. രണ്ടെണ്ണം കെ ബ്യൂട്ടീൻ്റെ ആണ്. ആൻഡ് കുറേ സ്ലൈഡ് ടിൻറ്റി, ഒന്ന് രണ്ട് റബ്ബർ ബാൻഡ്, ഒരു ക്രാബ്, രണ്ട് ഷാർപ്പ്നർ, രണ്ട് ലിപ് ലൈനർ. അത്രയും ഇത്രയും സാധനങ്ങളാണ് എൻ്റെ ബാഗിലുള്ളത്. ഇതിപ്പോൾ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, കുറച്ചും കൂടി സാധനങ്ങളുണ്ട്, പക്ഷെ അത് എടുത്ത് വെച്ചില്ല. സോ ദീസ് ആർ ദ എസെൻഷ്യൽ കിറ്റ് എന്നൊക്കെ പറയുന്നത്. എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളെന്ന് പറയില്ല, ആ സാധനങ്ങളാണ് ഇതാക്കുക. ഇതിലിപ്പോൾ ഏതെങ്കിലും ഒന്നില്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ ചോദിച്ചാൽ പറ്റില്ല. എന്നാലും മസ്റ്റായിട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാൻ കാണിച്ചു. ഇതൊക്കെ ആണെങ്കിൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റും, പക്ഷേ ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. പെയിൻ റിലീഫുള്ള മരുന്നാണ്. സോ റീസെൻ്റ്ലി വിത്തൗട്ട് ദിസ് ഐ കാൺ സർവൈവ് എന്ന് പറയാം. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് എൻ്റെ ലൈഫിൽ ഇപ്പോൾ. ഇതില്ലായിരുന്നു വെച്ചാൽ എനിക്ക് ആൾക്കാർ പോലും വയ്യ. സോ മൈ മസ്റ്റ് ആഗ്രഹം ലിപ് ബാം എടുക്കാം, പിന്നെ അലോവേര ജെൽ എടുക്കാം, ആൻഡ് ഫേസ് വാഷ്. ഇതെനിക്ക് വേണം, അത്യാവശ്യമാണ്. ഇതൊന്നും ഇല്ലാണ്ട് പണ്ടൊന്നും ഇതൊക്കെ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ എന്തായാലും കാലം മാറുമ്പോൾ നമ്മളും ചേഞ്ച് ചെയ്യണമെന്നാണല്ലോ. സോ ഇപ്പോൾ റീസെൻ്റ് ഉപയോഗിച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടൊക്കെ ജീവിക്കാൻ പറ്റുന്നതായിട്ടുണ്ട്. സോ ഇറ്റ്സ് നല്ല. നമ്മുടെ എപ്പോഴും നമ്മൾ നമ്മൾ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം. എന്താ പറയുക, നമ്മുടെ ഭാഗമായിട്ട് നമുക്ക് ഡെയിലി ഡേ ടു ഡേ ലൈഫിൽ നോക്കി അപ്ലൈ മോയ്സ്ചറൈസർ, ലിപ് ബാം, അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനൊരു കാര്യമാണ്. മൈ ബാഗ്. സോ ഇനിയിപ്പോൾ എന്താ പറയുക, ഈ വീഡിയോയ്ക്ക് ശേഷം നമ്മൾ ബാംഗ്ലൂർ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും. സോ ഇനിയിപ്പോൾ നമ്മൾ 1 by 1 ആയിട്ട് ഒരു വീഡിയോ ഇടണം എന്നാണ് ആഗ്രഹം. സോ നമ്മൾ ബാംഗ്ലൂർ ട്രിപ്പായിരിക്കും കവർ ചെയ്തത്. സോ അതുവരെയിരിക്കും. Thank you so much, and if you like my videos and